ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു ക്രീപ്പ് കേക്ക് റെഡിയാക്കിയാലോ. കാണാൻ വലിയ ലുക്ക് ഇല്ലേലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ കേക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സാഷെ പാക്കറ്റ് 2 രൂപയുടെ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പാലാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആകെ മൊത്തം 1.5 കപ്പ് പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഈ സമയത്ത് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ആയിട്ടുള്ള മെൽറ്റഡ് ബട്ടർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതിയാകും. ലാസ്റ്റ് ആയിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ വിപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. കട്ടയൊക്കെ മാറി എല്ലാം നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നേരെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കുഴിത്തവി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിമിലേക്ക് പരന്ന പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതേപോലെ ഓരോ തവി കോരി ഒഴിച്ചു കൊടുക്കാം. എനിക്ക് എല്ലാ പ്രാവശ്യവും ആദ്യത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പാളിപ്പോവാറുണ്ട്. രണ്ടാമത്തെ തുടങ്ങിയേ ശരിയായിട്ട് കിട്ടാറുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാറ്റർ തവി കൊണ്ട് കോരി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാവും. നമ്മൾ ദോശക്കൊക്കെ പരത്തണ പോലെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ എല്ലാ പാൻ കേക്ക്സും ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പാൻ കേക്ക്സും ഒന്ന് റെഡിയാക്കി എടുക്കാം. വീഡിയോ കാണുന്ന പോലെ കോരി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു വശം കുക്കായി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ എല്ലാം തന്നെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ക്രീം റെഡിയാക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വിപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം ആദ്യം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്പീഡിലിട്ട് ഇതേപോലെ ഒന്ന് വിപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് സ്പറ്റല വെച്ച് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കയറ്റി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതായിപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നല്ലപോലെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീപ്പ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ തന്നെ ഒരു പാൻ കേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാ ഒരു സ്പൂൺ വെച്ച് തന്നെയാണ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു കട്ടിക്കാണ് നമ്മളിവിടെ ക്രീം ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പാൻ കേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ പാൻ കേക്ക് തീരുന്നത് വരെ ഫില്ല് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ക്രീപ്പ് കേക്കിൽ സൈഡിലൊന്നും ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലായിട്ട് നമുക്ക് കോട്ടിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്രീം കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പാൻ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു മൂടി വെച്ച് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇങ്ങനെ നമ്മുടെ ലാസ്റ്റ് പാൻ കേക്കും വെച്ചിട്ട് കുറച്ച് ക്രീമും മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പുറത്ത് നമ്മൾ വേറെ ക്രീം അപ്ലൈ ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ക്രീപ്പ് കേക്ക് എടുക്കുന്നത്. ലാസ്റ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 80 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ ചോക്ലേറ്റ് സ്പ്രെഡ് നമ്മൾ മുകളിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രീപ്പ് കേക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ
ഈ ഒരു ക്രീപ്പ് കേക്ക് ഹസ്ബൻഡ് കഴിച്ചിട്ട് 10 ഔട്ട് ഓഫ് 10 തന്ന ഒരു കേക്ക് കൂടിയാണ്. ഇതാ ഇപ്പം നമ്മുടെ ക്രീപ്പ് കേക്ക് നല്ല ലെയർ ആയിട്ടൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാണാൻ ലുക്കില്ലേലും നല്ല കിടു ടേസ്റ്റ് തന്നെയാണ് ഈ ക്രീപ്പ് കേക്കിന്. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ക്രീപ്പ് കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.